ഇപ്പൊ ക്യുസാറ്റിന്റെ റിസൾട്ട് വന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കുറെ പേര് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ക്യുസാറ്റിന്റെ മെയിൻ സൈറ്റ് എടുക്കുക, ക്യുസാറ്റ് കാറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്താണ് ഓരോ ഡീറ്റെയിൽസ് എടുക്കത്തില്ല, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അതുമൊക്കെ എടുക്കുന്നത്. അപ്പോഴേക്കും അതിന്റെ നടുക്കായിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളത്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിൾ ആയിരിക്കും കിട്ടുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോഗ്രാം വൈസ് ലിസ്റ്റിൽ കിട്ടും. അപ്പൊ അതിനകത്ത് എല്ലാം ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. നമ്മുടെ ബിടെക്കിന്റെ ഇനി ആക്റ്റീവ് ആവും, കാരണം നിലവിൽ ഞാൻ നോക്കിയിട്ട് അത് കാണുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബിടെക്കിന്റെ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ബാക്കി കോഴ്സിന്റെ ഒക്കെ എന്ന് വെച്ചാൽ 9-ാം തീയതി അവർ ഡെഡ് ലൈൻ കൊടുത്തേക്കുന്നത്, അതായത് 9-ാം തീയതിക്ക് മുന്നേ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിലവിൽ കുറച്ച് UG കോഴ്സ്, എല്ലാ UG കോഴ്സും ഇല്ല, പിന്നെ ഇന്റഗ്രേറ്റഡ് കുറച്ചുണ്ട്, പിന്നെ ബാക്കി PG പ്രോഗ്രാമിന്റെ എല്ലാം അവർ വന്നിട്ടുണ്ട്. PG പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് അവരുണ്ട്. അതിനകത്ത് ചിലതിനകത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾ വയ്ക്കുക. അറേഞ്ച്മെന്റ് ആയിട്ട് ഓൾ ഇന്ത്യ, സ്റ്റേറ്റ്, കോട്ട അതെല്ലാം വയ്ക്കുക. പിന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളൊന്നും ചെയ്യണ്ട. നിലവിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതെ തന്നെ അവർ കുറച്ച് ഓപ്ഷൻസ് തരും. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് അതേപോലെ തന്നെ വരും. നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിഫറൻസ് അനുസരിച്ച് മാറ്റാം. അതായത് ഇപ്പൊ നമുക്ക് ചിലപ്പം ഒരു 3 കോഴ്സാണ് 4 കോഴ്സാണ് ഇങ്ങനെ തരും. അപ്പൊ നമ്മുടെ ഡിഫാൾട്ട് ആയിട്ട് ഇങ്ങനെ തരും. നമുക്ക് ചിലപ്പോൾ വേണ്ടത് ലാസ്റ്റ് കോഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് കോഴ്സിനെ മുകളിലോട്ട് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ അതാണ് നിങ്ങൾ റീഅറേഞ്ച്മെന്റ് ചെയ്യേണ്ടത്. പിന്നെ നോ ആക്ഷൻ റിക്വയർഡ് എന്നും പറഞ്ഞുണ്ട്. അതായത് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്നതും ഒരു എക്സാം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ MA ഹിന്ദി ആയിരിക്കും. അതിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങളെ കൺസിഡർ ചെയ്ത് അലോട്ട്മെന്റ് നിങ്ങൾക്ക് റാങ്ക് വരും. അപ്പൊ നിങ്ങൾ എന്താണ് ഫീസ് അടച്ച്, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിലായിരിക്കും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്. അപ്പൊ ഫീസ് അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യേണ്ടി വരും. അപ്പൊ അതേ ഉള്ളൂ സംഭവം. പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ഡെഡ് ലൈൻ ഞാൻ ഒന്നുകൂടി പറയാം, അത് 9-ാം തീയതിയാണ്. നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഈ ഡ്രോപ്പ് ഒരു കോളം വരുമല്ലോ, അതിനകത്ത് ഒരു ബ്ലൂ കളറിൽ ആക്റ്റീവ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഏതാണോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ PDF-നകത്ത് കുറെ കാര്യങ്ങൾ, അതായത് നിങ്ങൾ എടുക്കുന്ന കോഴ്സിനകത്ത് എന്തൊക്കെയാ ഉള്ളത്, അതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങളും അതും എല്ലാം കാണും. പിന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഡെഡ് ലൈൻ എന്താണ് ഒരു ബോക്സിൽ കാണും. പക്ഷെ എല്ലാത്തിന്റെയും ഡെഡ് ലൈൻ ഞാൻ നിലവിൽ നോക്കിയപ്പോൾ 9-ാം തീയതി തന്നെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കറക്റ്റ് ആയിട്ട് എടുത്ത് ആ ഒരു ബ്ലൂ കളറിൽ ആ ലിങ്ക് ആക്റ്റീവ് ആകുമ്പോഴാണ് അത് ആ ടെക്സ്റ്റ് എന്താണ് ബ്ലൂ കളറിലാവുന്നത്, അത് 3-ാമത്തെ കോളത്തിൽ കാണും. അപ്പൊ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈറ്റിൽ കയറുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ നടുക്ക് കിടപ്പുണ്ട്, അത് എടുക്കുക. നിങ്ങൾ പ്രോഗ്രാം ഏതാണോ അതിന്റെ സൈഡിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് ആണോ നോ ആക്ഷൻ ആണോ എന്താണോ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക. പിന്നെ ബ്ലാക്ക് കളറിൽ കിടക്കുന്ന നിലവിൽ ലിങ്ക് ആക്റ്റീവ് ആവാത്തതുകൊണ്ടാണ്. അത് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ഞാനത് അപ്ഡേറ്റ് ചെയ്യാം ബിടെക്കിൻ്റെത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും അത് കയറി ചെക്ക് ചെയ്യാം.